Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഇതിനായി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഈ ബീഫ് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ ബീഫുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഇറച്ചിയുടെ ഒക്കെ എല്ലാ ഭാഗത്തുനിന്ന് ആയി കിട്ടട്ടെ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇറച്ചിയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുള്ളിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ബീഫൊക്കെ വരട്ടുമ്പോൾ ഏറ്റവും നല്ലത് ചെറുള്ളിയാണ്. സവാള ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ചെറുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രസം കിട്ടും നമുക്ക്. ഇതാ ഇപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് വറ്റിച്ചെടുക്കണം. ഇതിലുള്ള ചാറൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമ്മൾ ചെറുതായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കുകയാണെങ്കിൽ ഇടക്കിളക്കി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബീഫ് വരട്ടിയതിന്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്താണ്. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഞാനത് എടുക്കാൻ ശ്രമിക്കാം. ചാറൊക്കെ കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട്. നന്നായി വറ്റി വരട്ടെ. ഇതാ ഇപ്പം നമ്മുടെ ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാണ്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.